ഇവിടെ സൈക്കിളൊന്നും കാണുന്നില്ല. ഇങ്ങ ഒരു ചെയർ ഉണ്ടതില്ല, ചെയർ പോയാ കണ്ടില്ലേ? ഞാൻ കണ്ടതാ. ഉറപ്പായിട്ട് നീ കണ്ടോ? ഹലോ ഫ്രണ്ട്സ്, അങ്ങനെ നമ്മുടെ ഉപ്പും മുളകിലേക്ക് അയാൾ തിരികെ വരുന്നുവോ? അതേ കൂട്ടുകാരെ, നമ്മുടെയൊക്കെ നെഞ്ചിടിപ്പിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് നമുക്ക് ഇന്നത്തെ പ്രൊമോയിൽ കാണുവാൻ സാധിക്കുന്നത്. ഒരു വൻ മോഷണം നമ്മുടെ പാറമട വീട്ടിൽ നടന്നിരിക്കുന്നു. ഇതിന് പിന്നിൽ ആര് എന്നുള്ള ഒരു ചോദ്യം തന്നെയാണ്. നമ്മുടെ പാറമട വീട്ടിലെ പുറത്തുണ്ടായിരുന്ന നമ്മുടെ പാറക്കുട്ടിയുടെ സൈക്കിള്, അല്ലാതെ ഉണ്ടായിരുന്ന ഒരു വലിയ സൈക്കിള്, മേശ, കസേര, സകലമാന സാധനങ്ങളും എല്ലാം ഒരു കള്ളൻ എടുത്തുകൊണ്ട് പോയിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു കാര്യം നമ്മുടെ പാറക്കുട്ടിയാട്ടോ രാവിലെ കാണുന്നത്. രാവിലെ ഇങ്ങനെ സൈക്കിൾ ഓടിക്കാൻ വേണ്ടി എടുക്കാൻ പോകുമ്പോൾ സൈക്കിൾ കാണുന്നില്ല, അവിടെ ഉണ്ടായിരുന്ന വേറൊരു സൈക്കിൾ കാണുന്നില്ല, മേശ കാണുന്നില്ല, കസേര കാണുന്നില്ല. അപ്പൊ നമ്മുടെ എല്ലാവരും ഇങ്ങനെ ആകപ്പാടെ ഇങ്ങനെ പേടിച്ച് നിൽക്കും. അപ്പൊ സിദ്ധുവളയും പറയുന്നുണ്ട്, ഇതങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ലച്ചുവൊക്കെ ആകെ പേടിച്ച് നിൽക്കുന്നുണ്ട്, എന്താണ് ഇവിടെ സംഭവം എന്നുള്ള രീതിയില്. പിന്നെ നമ്മുടെ ലച്ചുവും ഗൗരിയമ്മയും കൂടി ഇങ്ങനെ പുറത്തിരിക്കുമ്പോൾ ഒരാൾ മിന്നായം പോലെ ആ പാറമണയുടെ വീടിന്റെ ഫ്രണ്ടിൽ കൂടി ഇങ്ങനെ ഓടി പോകുന്നത് കാണാം കേട്ടോ. അപ്പത്തേക്കും നമ്മുടെ ലച്ചുവും നമ്മുടെ ഗൗരിയമ്മയും കൂടെ ഇത് പോയി നമ്മുടെ ഭവാനിയമ്മയോടും സിദ്ധുവിനോടും പറയുന്നുണ്ട്, ദേ ഒരാൾ ഞങ്ങൾ കണ്ടു എന്ന് പറയുന്നുണ്ട്. ഇനി നമ്മുടെ ഉപ്പുമുളകിൽ നേരത്തെ രണ്ടാമത്തെ സീസണിൽ ഉണ്ടായിരുന്ന അജ്ഞാതം വല്ലതും തിരികെ വരികയാണോ കൂട്ടുകാരെ? എങ്ങനെയാണ് ഈ കഥ പോകുന്നത് അല്ലേ? അപ്പത്തേക്കും നമ്മുടെ സിദ്ധുവളിയും പറയുന്നുണ്ട്, ഇവിടെ മാത്രമല്ല അപ്പുറത്തൊരു വീട്ടിലെ കിണ്ടി മോഷണം പോയിട്ടുണ്ട്, കിണ്ടി മാത്രമാണ് പോയിട്ടുള്ളത് എന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇവിടെ നിന്നാണ് കൂടുതൽ മോഷണം പോയിട്ടുള്ളത്, നമ്മുടെ പാറവട വീടാണ് കൂടുതൽ എന്താ പറയാ അയാളുടെ നിരീക്ഷണത്തിൽ വെച്ചിട്ടുള്ളത്. അപ്പൊ ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? ആരായിരിക്കും ആ കള്ളൻ? ലാസ്റ്റ് കനകാന്റി പറയുന്നുണ്ട്, എനിക്കൊരാളെ സംശയമുണ്ട് എന്ന് പറയുന്നുണ്ട്. ദൈവമേ, അത് ഇനി വല്ല ഷിബു റോക്സ് ആയിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ കോമഡി ആയിരിക്കും. അജ്ഞാതനാണെങ്കിൽ ഭയങ്കര സീരിയസ് ആയിട്ടും പോകും. ഷിബു റോക്സോ അല്ലെങ്കിൽ നമ്മുടെ കേശു ആകാനും മതി കേട്ടോ. പക്ഷെ കേശു സ്വന്തം വീട്ടിൽ തന്നെ അങ്ങനെ എടുത്തുകൊണ്ട് പോകുമോ ഇത്രയും വലിയ വലിയ സാധനങ്ങൾ? അപ്പൊ അതിന് ചാൻസ് ഇല്ല. അപ്പൊ നമ്മുടെ ഷിബു റോക്സ് ആകാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. എന്തായാലും നമുക്ക് നോക്കാം കേട്ടോ. കാത്തിരുന്ന് തന്നെ കാണുമ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും. ഹിയർ ഐ ആം ദി മലയാളി സൈനിങ് ഓഫ്.